നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, ആഭിചാരക്രിയയിലൂടെ മറ്റൊരാളെ നശിപ്പിക്കാൻ സാധിക്കുമോ എന്ന്. വളരെ ദുർഘടം പിടിച്ച ഒരു ചോദ്യമാണ്. ഇതിനകത്ത് ആൻസർ യെസ് എന്നും പറയാൻ പറ്റും, നോ എന്നും പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. ഒരു നല്ല രീതിയിലുള്ള ദേവതയുണ്ട്, ദുർദേവത, ആ സങ്കല്പവും തീർച്ചയായിട്ടും ഉണ്ട്, ആ ശക്തിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എറിയാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ വടി കിട്ടിയാൽ തീർച്ചയായിട്ടും അത് കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കാൻ ആൾക്ക് സാധിക്കും. തീരുമാനിച്ചുറപ്പിച്ചാൽ അത് നടക്കും. അത് നടത്താനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് പ്രാവർത്തികമാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒരു പരിധിവരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് പോകുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്ന ഒരു കുടുംബത്തെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താനും സാമ്പത്തികമായിട്ടും മാനസികമായിട്ട് തളർത്തിയാൽ മാത്രമാണ് ആ വ്യക്തിയെ സാമ്പത്തികമായിട്ടും കുടുംബജീവിതത്തിലും തളർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലൂടെ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. പല രീതിയിലുള്ള ബ്ലാക്ക് മാജിക് രീതികളുണ്ട്. അപ്പം ആ രീതിയിൽ ചെയ്താൽ ഒരു കുടുംബജീവിതം തീർച്ചയായിട്ടും നശിപ്പിക്കാൻ സാധിക്കും. പക്ഷെ ഇത് ഇപ്പോൾ അത്ര പ്രാവർത്തികമല്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ഇപ്പോഴും ചെയ്യുന്നതായിട്ട് പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ദുഷ്ടശക്തികളുടെ പ്രഭാവം, ഈ ദുർമന്ത്രവാദം പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അതികഠിനമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ പുറകെ ഒരുപാട് ആൾക്കാർ പോകുന്നുമുണ്ട്. അത് സാധാരണമായി ജീവിക്കുന്ന ആൾക്കാരെ വളരെ സീരിയസ് ആയിട്ടാണ് അത് ബാധിക്കുക. അല്ല, ഹൈറ്റ്സിലെത്തിയ ആൾക്കാരെ പോലും ബിസിനസ് പരമായിട്ടും എല്ലാ രീതിയിലും ഹൈറ്റ്സിലെത്തിയ ആൾക്കാരെ വരെ നിമിഷ നേരം കൊണ്ട് താഴെ ഇറക്കാനും ഇല്ലായ്മ ചെയ്യാനും ഈ പറയുന്ന ആഭിചാരക്രിയ, ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. ദുർദേവതകൾക്കും നമ്മുടെ മറ്റു ദേവതകളെ പോലെയുള്ള ശക്തിയും പ്രഭാവവും തീർച്ചയായിട്ടുമുണ്ട്. അധുറം സിനിമയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു നാടിനെ വരെ നശിപ്പിക്കാൻ തീർച്ചയായിട്ടും ഈ ദുഷ്ടശക്തികൾ മാത്രം മതി. അത് ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മന്ത്രം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശമായ രീതിയിൽ ഉപയോഗിക്കാം. ആ മോശമായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ പവർ നെഗറ്റീവായിട്ട് വരുന്നത്. ഒരു മന്ത്രത്തെ പല രീതിയിൽ നമുക്ക്, പല റിഥത്തിൽ, പല ടോണിൽ നമുക്ക് തിരിച്ചും ജപിച്ച് അതിൻ്റെ പവറുകൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് വേണ്ട വിധം ഗുരുപദേശം ഉണ്ടെങ്കിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ദുഷ്ടശക്തികളുടെ ഓറ നമ്മളിലേക്ക് വരികയും നമ്മുടെ ഒരു ഫോട്ടോ മതി, അല്ലെങ്കിൽ ഒരു പേര് മാത്രം മതി ഒരാൾക്ക് നമ്മളെ നശിപ്പിക്കാൻ, ഒരു ബ്ലാക്ക് മാജിക് ചെയ്യാൻ. അപ്പോൾ ആ ഫോട്ടോയിലൂടെ അല്ലെങ്കിൽ ആ പേരിലൂടെ നമ്മുടെ ഓറയിലേക്ക്, നമ്മുടെ ഊർജത്തിലേക്ക് ആ നെഗറ്റീവ് ശക്തിയെ വിടുകയും ആ നെഗറ്റീവ് ശക്തിയുടെ പിൻബലത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നത്. ആ ചിന്തയും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തെ താളം തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് ഭയപ്പെടാതെ, എത്ര ഹൈറ്റ്സിലിരിക്കുന്ന ആൾക്കാരും താഴെ വീണാൽ ഭയപ്പെടാതെ എനിക്ക് വീണ്ടും ഉയർന്നു വരാൻ സാധിക്കും, എന്താണ് ഇതിൻ്റെ കാരണം, റൂട്ട് കോസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ വേണം. അതിനു വേണ്ടിയിട്ട് നല്ല പ്രഗത്ഭനായ ഒരു ജ്യോത്സ്യനെ കണ്ട് കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിന് യഥാവിധി കറക്റ്റായിട്ടുള്ള രീതിയിൽ പരിഹാരങ്ങൾ, താന്ത്രിക വിധി പ്രകാരം തന്നെ പരിഹാരങ്ങൾ ചെയ്യണം. അല്ല താൽക്കാലികമായിട്ട് ഒരു പൂജ കഴിച്ചു എല്ലാം ശരിയായി എന്ന് പറഞ്ഞൊന്നും പറ്റില്ല. നമ്മളിപ്പോൾ ഇന്ന് ക്ലിയർ ചെയ്തു, അടുത്ത വർഷം ഒരു വ്യക്തി നമുക്കെതിരെ ചെയ്താൽ എന്ത് ചെയ്യും? എപ്പോഴും നമുക്ക് പൂജയായിട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവചം പോലെ, ഒരു അമ്മ മകനെ സംരക്ഷിക്കുന്ന പോലെ ആ ഒരു കവചം നമുക്ക് ഉണ്ടാവണം. ആ രീതിയിൽ പവർഫുള്ളായ ഒരു താന്ത്രിക കർമ്മങ്ങളിലൂടെ, നല്ല കർമ്മങ്ങളിലൂടെ ഈ പറഞ്ഞ ദുഷ്ടതകൾ മാറ്റി ആ കവചം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ എത്തിയതിൻ്റെ വീണ്ടും ഉയരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ ഊർജം ആ വ്യക്തിക്ക് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും, ക്ലെൻസ് ചെയ്യാൻ സാധിക്കും. ആ നാമജപവും എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്ര വലിയ അഭിചാരമാണെങ്കിലും അതിന് മുകളിൽ നമുക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കും.